ഭക്തലക്ഷങ്ങൾ പ്രാർത്ഥനാപൂർവ്വം കാത്തിരുന്ന ആറ്റുകാൽ പൊങ്കാല സമർപ്പണത്തിന് നാടൊരുങ്ങിയിരിക്കുകയാണ്. നാളെ അനന്തപുരി യാഗശാലയായി മാറും. 8ാം ഉത്സവ ദിവസമായി ഇന്ന് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ദേവിക ചന്ദ്രൻ ചേരുകയാണ്. ദേവിക, അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കാത്തിരിക്കുകയാണ് ഓരോ സ്ത്രീകളും. ഈ പറഞ്ഞതുപോലെ നമുക്കറിയാം, തിരുവനന്തപുരം നാളെ വലിയ ഒരു സ്ത്രീ ജനത്തിന് ഈ പറഞ്ഞതുപോലെ ആതിഥേയത്വം വഹിക്കാൻ അവർക്ക് അമ്മയ്ക്ക് പൊങ്കാലയിടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നമ്മൾ കാത്തിരിക്കുകയാണ്. ദേവിക, നല്ല തിരക്ക് തന്നെ ഇപ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെ, പൊങ്കാലയുടെ വിശേഷങ്ങൾ എന്തൊക്കെ, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായല്ലോ അല്ലേ? തീർച്ചയായും സ്വപ്ന, 8:30-ക്കാണ് ദീപാരാധന കണ്ടു തൊഴാനുള്ള തിരക്കാണ് എനിക്ക് ചുറ്റും കാണുന്നത്. കാർത്തിക നാളിലെ, കുംഭമാസത്തിലെ കാർത്തിക നാളിലാണ് ഈ ഒരു പൊങ്കാല മഹോത്സവം ആരംഭിച്ചത്. 23-ാം തീയതി രാവിലെ ദേവിയെ തോറ്റംപാട്ട് പാടി കുടിയിരുത്തിയതോടെയാണ് ഈ ഉത്സവത്തിന്റെ ആഘോഷങ്ങൾക്ക് തുടക്കമായിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ അമ്മയെ തോറ്റംപാട്ട് പാടി ആവാഹിച്ച് 10 ദിവസം കുടിയിരുത്തുന്നതായിട്ടാണ് വിശ്വാസമുള്ളത്. ഈ 23-ാം തീയതി ആരംഭിച്ച ഈ പൊങ്കാല മഹോത്സവത്തിന്റെ 8ാം ദിനമായ ഇന്ന് ഈ ദീപാരാധന കണ്ടുതൊഴാൻ ഭക്ത ലക്ഷങ്ങളാണ് ഇവിടെ അണിനിരന്നിട്ടുള്ളത്. ഈ ഒരു ക്ഷേത്ര പരിസരം കടന്ന്, ഗ്രൗണ്ട് കടന്ന് ഈ ഒരു ഭക്തജനങ്ങളുടെ നീണ്ട നിര ഇത്തരത്തിൽ നീളുന്നുണ്ട്, പുറത്തേക്ക് നീളുന്നുണ്ട്. ആ കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നാളെയാണ് നമ്മൾ പ്രാർത്ഥനാപൂർവ്വം കാത്തിരുന്ന പൊങ്കാല മഹോത്സവം ഉള്ളത്. രാവിലെ 9:45-നാണ് പണ്ടാര അടുപ്പിൽ തീ പകരുന്നത്. നാളെ അനന്തപുരി ഒരു യാഗശാലയായി മാറുമെന്നത് തീർച്ചയാണ്. നമുക്കറിയാം, ഈ ആറ്റുകാൽ ക്ഷേത്രം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിന്റെ തന്നെ, അനന്തപുരിയുടെ തന്നെ സ്വകാര്യ അഹങ്കാരമാണ്. നാളെ രാവിലെ 9:45 ഇത്തരത്തിൽ ക്ഷേത്ര മേൽശാന്തി ക്ഷേത്രത്തിനകത്തുള്ള ശ്രീകോവിലിൽ നിന്നും ദീപം പകർന്ന് ക്ഷേത്ര തിടപ്പള്ളിയിലേക്ക് പകരും. അതിനുശേഷം മേൽശാന്തി ഈ ദീപം സഹമേൽശാന്തിക്ക് കൈമാറും. സഹമേൽശാന്തി വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുന്നിൽ ഒരുക്കിയിട്ടുള്ള പണ്ടാര അടുപ്പിലേക്കും തീ പകരും. അതോടെ ഭക്തജനങ്ങൾക്ക് സ്വന്തം അടുപ്പിലേക്ക് തീ പകരാനുള്ള സൂചനയായി കതിനാവെടികളും ചെണ്ടമേളവും മുഴങ്ങും. അതോടെ ഈ ക്ഷേത്രത്തിന്റെ ഏകദേശം 10 കിലോമീറ്ററോളം ചുറ്റളവിൽ അണിനിരന്നിരിക്കുന്ന ഭക്തജനങ്ങൾ അടുപ്പിലേക്ക് തീ പകരും. അങ്ങനെയാണ് ഈ അമ്മയ്ക്ക് പൊങ്കാല നിവേദ്യം അർപ്പിക്കുക. ഈ പ്രധാനമായിട്ടും ഈ പൊങ്കാലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക മൺകലവും, പുതിയ മൺകലവും, ശർക്കരയും പച്ചരിയും ഒക്കെയാണ്. ഈ മണ്ണിനെ പ്രതിനിധീകരിക്കുന്ന, ഭൂമിയെ പ്രതിനിധീകരിക്കുന്ന മൺകലവും പച്ചരിയും മറ്റ് തീർച്ചയായും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി നമ്മൾ കാത്തിരിക്കുകയാണ്. മനവും മെയ്യും വീടും നാടും നഗരവും എല്ലാം ശുദ്ധിയാക്കി നമ്മൾ കാത്തിരിക്കുകയാണ് അമ്മയ്ക്ക് പൊങ്കാലയിടാൻ. ഈ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നഗരത്തിലൂടെ ഒന്ന് പോകുമ്പോൾ ഒരുപക്ഷെ ഇന്നിപ്പോൾ അത് കുറച്ച് കൂടുതലായി കാണാൻ സാധിക്കും. നമ്മൾ ഈ ഉത്രാടപ്പാച്ചിൻ്റെ തലേ ദിവസമൊക്കെ കാണുന്ന ആ ഒരു തിരക്കും ഓട്ടവും വെപ്രാളവും ഒക്കെ ഒരുപക്ഷെ തിരുവനന്തപുരം നഗരത്തിൽ വന്നാൽ ഇന്ന് ഒരു ദിവസം നമുക്ക് കാണാൻ സാധിക്കും. അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനായി അവസാന ദിവസം അവസാന ഒരുക്കങ്ങൾക്ക് കൂട്ടങ്ങൾ തയ്യാറാക്കുന്ന അല്ലെങ്കിൽ അടുപ്പിക്കുന്ന നമ്മുടെ ഭക്തലക്ഷങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും.